അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് തയ്ക്കാൻ കിട്ടിയ ആദ്യ വർക്കാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ അതാ ഒരു അടിപൊളി ഫ്രോക്കാണ് കേട്ടോ എനിക്ക് തയ്ക്കാൻ കിട്ടിയത്. ഫസ്റ്റ് തന്നെ ഒരു 3 വയസ്സായ കുട്ടികളാണ്. പിന്നെ അത് കോട്ടൻ്റെ മെറ്റീരിയൽസാണ്. പിന്നെ മേലത്തെ പോർഷൻ തന്നെ പ്രിൻ്റ് വർക്കാണ്. ഇതിൻ്റെ വേറെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു, പിന്നെ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മുടെ നെക്ക് എന്ന് പറഞ്ഞത് നല്ല ഡീപ്പ് വി നെക്കാണ്. സ്ലീവ് നല്ല തെറിച്ച് നിൽക്കുന്ന സ്ലീവാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ യോക്കിൻ്റെ ഭാഗത്ത് ഇതാ കുട്ടി കുട്ടി ഫ്രിൽസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിനും താഴെ ഭാഗം ഇങ്ങനെ കുറച്ചിങ്ങനെ പൊന്തി നിൽക്കണ ഫ്രിൽസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ആ നെറി ഉള്ളിലേക്കല്ല പുറത്തേക്കാണ് നെറി കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ നമ്മുടെ മേലത്തെ പോർഷനായിട്ട് തന്നെ താഴെ ഒരു 1 ഇഞ്ച് വീതിയിൽ പട്ടയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇത് മൊത്തത്തിൽ 4 മീറ്ററിലാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. നല്ല പൊന്തി നിൽക്കണമായിട്ടാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണുമ്പോൾ. പിന്നെ ഫോട്ടോയിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഇതാ നമ്മുടെ തയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇത് കൊറിയർ ചെയ്യാൻ പോകും കേട്ടോ. ചേച്ചിൻ്റെ റിലേറ്റീവ്സിന് ആർക്കുമാണ് ഇപ്പോൾ ഇത് തയ്ച്ചത്. അപ്പോൾ എന്താ പറയുക, കൊറിയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതാ ഞങ്ങൾ കുറ്റിപ്പുറത്ത് എത്തിയിട്ടുണ്ട്. കുറ്റിപ്പുറം തിരു റോട്ടിലുള്ള JTSൻ്റെ മുന്നിലാണ് കൊറിയർ ഓഫീസുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഡ്രസ്സ്, അല്ലെങ്കിൽ ഡ്രസ്സല്ല വേറെ എന്ത് സാധനം ഞാൻ ആദ്യമായിട്ടാണ് കൊറിയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ചേച്ചിക്കും വലിയ ഐഡിയ ഒന്നുമില്ല. എന്നാലും ഞങ്ങൾ രണ്ടാളും കൂടി പോയി അവിടെ അന്വേഷിക്കാമല്ലോ വെച്ചിട്ട് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഇവിടെ ഞങ്ങളുടെ എത്തി. ഈ ചേച്ചിയാണ് കേട്ടോ അവിടുത്തെ സ്റ്റാഫ്. ആൾ നല്ല സഹകരണമാണ്. എന്തും ചോദിച്ചറിയണത് നമുക്ക് എന്തും ധൈര്യമായിട്ട് ചോദിക്കാം. പിന്നെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ അത് പാക്ക് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ആളോട് ചോദിച്ചാൽ അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ പാക്ക് ചെയ്തോളാമെന്ന് പറഞ്ഞു. പിന്നെ എന്താണെന്ന് വെച്ചപ്പോൾ ഡ്രസ്സാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ആൾ പിന്നെ അവിടെ ഒരു 2-3 കസ്റ്റമർ ഉണ്ട്. അപ്പോൾ അവർ കഴിഞ്ഞിട്ട് ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ ആളിതാ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലതും ആൾ തന്നെ ചെയ്യും. അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആൾ തന്നെ എഴുതും. അത് ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല കേട്ടോ. അതുതന്നെ വലിയൊരു ഭാഗ്യമായിട്ട് തോന്നി. പിന്നെ നമ്മളവിടെ എത്തിച്ചാൽ മതി. ഇപ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ സാധനം കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഇതാ ഡ്രസ്സൊക്കെ കിട്ടി. ഈ കുട്ടിക്കാണ്ട ഞാൻ തയ്ച്ചത്. അപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു.